എല്ലാവർക്കും കുക്ക് ടൈൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തൃശ്ശൂർ സ്റ്റൈൽ ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളി ഒരു 7-8 എണ്ണം അരിഞ്ഞത്, ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 1.5 ടീസ്പൂൺ വീതം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വേണം, കുറച്ച് കറിവേപ്പില വേണം, പിന്നെ ഒരു 7-8 ചുവന്ന മുളക്, ഉണക്കമുളക് വേണം, ഒരു ചെറിയ കഷ്ണം തക്കാളിയും വേണം. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്ക് മുളക് ആദ്യം വറുത്തെടുക്കാം. ഞാനൊരു 7 മുളക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മുളക് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. മുളക് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. ഇത് അത്യാവശ്യം നന്നായി മൂക്കണം കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം കൂടി ചേർക്കാം. അപ്പോൾ ഒരു ഗാർലിക് ഫ്ലേവർ ഇങ്ങനെ കുറച്ച് മുന്നോട്ട്, നമ്മുടെ ഗാർലിക് ചട്നി പോലെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി ചെറിയുള്ളി ചേർക്കുകയാണേ. ചെറിയുള്ളി മാത്രമായിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സ്വാദായിരിക്കും. സവാള ചേർക്കണമെന്നൊന്നുമില്ല. തൊലി കളയാൻ മടിയുള്ളവർ സവാളയിൽ മാത്രം ചെയ്യാം. പക്ഷേ ചെറിയ ഉള്ളിയിൽ ചെയ്യുന്ന ഒരു സ്വാദ് അതിന് കിട്ടില്ല, അതാണ്. അപ്പോൾ നിങ്ങൾ സവാള ചേർക്കുകയാണെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സവാള ഫുൾ എടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നീട് ഉപ്പ് നോക്കിയിട്ട് വേണം പിന്നീട് ചേർക്കാൻ അരയ്ക്കുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കരുത് കേട്ടോ. അതായത് ബ്രൗൺ കളറിൽ അത്രയും മൂപ്പിക്കരുത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറും, കളറും മാറും. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി വലിയ തക്കാളി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ചേർക്കുക. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അത് ചേർക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി നന്നായി ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കണത്. കൂടുതൽ തക്കാളിയുടെ ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് കുറച്ചധികം ചേർക്കാം. പക്ഷേ ടേസ്റ്റ് മാറിപ്പോവും. ഒരു തക്കാളി ചട്നിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും, കൺസിസ്റ്റൻസി മാറും. അപ്പോൾ വാളംപുളി ചേർക്കരുത് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില കഴുകിയിട്ട് ചേർക്കാം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി പുളിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ക്യാമറയിൽ കാണുമ്പോൾ കളറ് കുറച്ച് കുറവാണ്, പക്ഷേ സത്യത്തിൽ ഒരു ഡാർക്ക് പിങ്കിനടുത്തായിട്ടുണ്ട്. അത്രയും മതിയാവും. ഇതൊന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച മുളക് തണ്ട് കളഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറിയ ജാറിൽ, മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളി ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. വെള്ളം ചേർക്കരുത്. ആദ്യം അരച്ചെടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക.
അപ്പം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും തീർച്ചയായിട്ടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.